Hi, good morning. Let us continue with molecular orbital theory. ലാസ്റ്റ് 1-2 ക്ലാസ്സുകളിലായി നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയാണ് ഡിസ്കസ് ചെയ്ത് വരുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഓഫ് ഒക്ടഹെഡ്രൽ കോംപ്ലക്സസ് ഇൻ ദി കേസ് ഓഫ് സിഗ്മ ബോണ്ടിങ് ഓൺലി കൺസിഡർ ചെയ്തു. സിഗ്മ ബോണ്ടിങ് മാത്രമുള്ള കേസ് ലൈക്ക് NH3CO, NH3 6 times 2+, അതേപോലെ H2O ഒക്കെ പോലത്തെ ലിഗാൻസിൽ സിഗ്മ ബോണ്ടിങ് മാത്രമുള്ള കേസാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഏതൊക്കെ മെറ്റൽ ഓർബിറ്റൽസ് ഉണ്ട്, ഏതൊക്കെ ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസ് ഉണ്ട്, അതിൽ മാച്ചിങ് ആയിട്ടുള്ള ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ബോണ്ട് ഫോം ചെയ്തത്. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസും ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസും ഫോം ചെയ്യുന്നത്. അതിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന മെത്തേഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ പിന്നെ ഒക്ടഹെഡ്രൽ കോംപ്ലക്സസ് ഇൻക്ലൂഡിങ് പൈ ബോണ്ടിങ് അതുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞത് പൈ ബോണ്ടിങ്ങിൽ ഉള്ള പൈ ബോണ്ടിങ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ലിഗാൻഡിൻ്റെ ഗ്രൂപ്പ് ഓർബിറ്റൽസിനെ നാല് സിമെട്രി വെച്ചിട്ട് 4 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തു. ദാറ്റ് ഈസ് T1G, T2G, T1U ആൻഡ് T2U 4 ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്തു. നമ്മൾ പറഞ്ഞു ടോട്ടൽ 12 ഓർബിറ്റൽസ് ആണ് ഉണ്ടാവുക. കാരണം ഓരോ ലിഗാൻഡിനും 2 ഓർബിറ്റൽസ് വീതം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒക്ടഹെഡ്രൽ കോംപ്ലക്സ് എന്ന് പറയുമ്പം 6 ലിഗാൻസ് ഉണ്ട്. ടോട്ടൽ 12 ഓർബിറ്റൽസ്. ടോട്ടൽ 12 ഓർബിറ്റ്സിനെ നമ്മൾ സിമെട്രി വെച്ചിട്ട് ഓർ ഗ്രൂപ്പ് തിയറി വെച്ചിട്ട് 4 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തു. ആൻഡ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു T1G ആൻഡ് T2U ഗ്രൂപ്പ് ഓർബിറ്റൽസ് ഫ്രം ദ ലിഗാൻഡ്സ് ഡോണ്ട് മാച്ച് ദ സിമെട്രി ഓഫ് എനി ഓഫ് ദ മെറ്റൽ ഓർബിറ്റൽസ്. ലിഗാൻഡ് ഗ്രൂപ്പ് ഓർബിറ്റൽസിലുള്ള T1G അതേപോലെ തന്നെ T2U ഓർബിറ്റൽസിന് മാച്ച് ആയിട്ടുള്ള ഓർബിറ്റൽസ് മെറ്റൽസിൽ ഇല്ല. മെറ്റലിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽ എന്ന് പറയുന്നത് A1G, T1U ആൻഡ് T2G ആണ്. അതിൽ മാച്ചായിട്ട് T1G ആൻഡ് T2U ഇല്ല. സോ നമ്മൾ ആദ്യം തന്നെ അതിനെ എലിമിനേറ്റ് ചെയ്തു. നെക്സ്റ്റ് the T1U set has the same symmetry as the Px, Py and Pz orbitals on the metal. These orbitals are used primarily to make the sigma bonds to the ligands. T1U സെറ്റ് ഓഫ് ഓർബിറ്റൽ എന്ന് പറയുന്നത് മാച്ചായിട്ട് മെറ്റൽ ഓർബിറ്റൽസിലുണ്ട്. അതാണ് Px, Py ആൻഡ് Pz. അതിന് നമ്മൾ T1U സെറ്റായിട്ടാണ് ഗ്രൂപ്പ് തിയറി വെച്ച് നെയിം കൊടുത്തിട്ടുള്ളത്. T1U സെറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഓർബിറ്റൽ ഉണ്ട്, പക്ഷേ ദീസ് ഓർബിറ്റൽസ് ആർ യൂസ്ഡ് ടു മേക്ക് സിഗ്മ ബോണ്ട്. സിഗ്മ ബോണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് പൈ ബോണ്ടിങ്ങിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ആ സിഗ്മ ബോണ്ടിങ്ങിൻ്റെ എന്താ പറയുക സ്ട്രെങ്ത് കുറയുന്നത് കാരണം ദിസ് T1U സെറ്റ് എന്ത് ചെയ്യുന്നില്ല, പൈ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. സോ നമ്മൾ T1Uനെ കൂടി ഇഗ്നോർ ചെയ്തു. നെക്സ്റ്റ് അവസാനമായിട്ട് വരുന്നത് T2G സെറ്റ് മാത്രമാണ്. T2G സെറ്റ് ഹാസ് ദ സെയിം സിമെട്രി ആസ് ദ DXY, DYZ ആൻഡ് DXZ ഓർബിറ്റൽസ് ഓൺ ദ മെറ്റൽ. ഓക്കെ, അങ്ങനെ T2G ആണ് നമ്മൾ പൈ ബോണ്ടിങ്ങിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് പൈ ബോണ്ടിങ് ഇസ് ബിറ്റ്വീൻ DXY, DYZ ആൻഡ് DXZ ഓർബിറ്റൽസ് ഓൺ ദ മെറ്റൽ ആൻഡ് DP ഓർ പൈ സ്റ്റാർ ഓർബിറ്റൽ ഓൺ ദ ലിഗാൻഡ്. ലിഗാൻഡിൻ്റെ കേസിൽ മെയിനായിട്ട് T2G എന്ന് പറയുമ്പം DP അല്ലെങ്കിൽ പൈ സ്റ്റാർ ഓർബിറ്റൽസ് ആണ് ഉള്ളത്. ഓരോന്നും നമുക്ക് കൺസിഡർ ചെയ്യാം. D ഓർബിറ്റൽ അല്ലെങ്കിൽ P ഓർബിറ്റൽ അല്ലെങ്കിൽ പൈ സ്റ്റാർ. അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. The ligand may have empty D or pi star orbital and serve as a pi acceptor ligand. നമ്മൾ നേരത്തെ പറഞ്ഞു 2 ടൈപ്പ് ലിഗാൻഡായിട്ട് നമ്മൾ നേരത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നുകിൽ empty D ഓർബിറ്റൽസ് ഉണ്ടായിരിക്കാം, ലൈക്ക് ഫോസ്ഫറസ്, സൾഫർ ഒക്കെ പോലത്തെ empty D ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ അതിലേക്ക് മെറ്റലിലുള്ള ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ പൈ സ്റ്റാർ ഓർബിറ്റൽ ലൈക്ക് CO, CN ഒക്കെ പോലത്തെ ലിഗാൻഡിൽ പൈ സ്റ്റാർ ഓർബിറ്റലാണ്. CO ഒക്കെ നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ വരച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. സിഗ്മ സ്റ്റാർ, പൈ സ്റ്റാർ ഒക്കെ വരച്ച് കഴിഞ്ഞാൽ അതിൽ പൈ സ്റ്റാർ ഓർബിറ്റൽ, പൈ ആൻറ്റിബോണ്ടിങ് ഓർബിറ്റൽ വേക്കൻ്റ് ആയിട്ടാണ് ഉള്ളത്. അതിലേക്ക് എന്ത് ചെയ്യാം, മെറ്റലിലുള്ള ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാം. സോ ദീസ് ആക്ട് ആസ് എ പൈ ആക്സെപ്റ്റർ ലിഗാൻഡ് or full P or D orbitals and serve as a pi donor ligand. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫുൾ P ഓർബിറ്റൽസ് ഫുൾ ആയിട്ടുള്ള ലൈക്ക് ഹാലൈഡ്സ് ഒക്കെ പോലത്തെ Cl-, F- ഒക്കെ പോലത്തെ P ഓർബിറ്റൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയ P ഓർബിറ്റൽസ് ഉള്ള കേസ് ഉണ്ടാവാം. അതേപോലെ തന്നെ D ഓർബിറ്റൽസ് ഉള്ളതും ഉണ്ടാവാം. അതിനെന്ത് ചെയ്യാൻ പറ്റും,
പൈ ഡോണർ ലിഗാൻഡ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ലിഗാൻഡ് എന്ന് പറയുന്നത് പൈ ബോണ്ടിങ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് 2 ടൈപ്പ് ഉണ്ട്. ഒന്നുകിൽ പൈ ആക്സെപ്റ്റർ ലിഗാൻഡ് ഓർ പൈ ഡോണർ ലിഗാൻഡ്. ഇത് നമ്മൾ ഒരു ഇൻഡയറക്ട്ലി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്. അത് ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നുണ്ടെന്ന് മാത്രം. Okay, this is the empty pi antibonding orbital on CO can accept electron density from a filled d orbitals on the metal. That is, CO is a pi acceptor ligand. This is metal and this is CO. CO ilulla bonding electrons in metal ilekku donate cheyan pattum. That is CO acting as a ligand and also which can accept the electrons from metal to the anti-bonding pi orbitals. That is, idine pi anti-bonding orbitals, that is pi star, empty pi star ഓർബിറ്റലിലേക്ക് മെറ്റലിൽ നിന്നുള്ള ഇലക്ട്രോൺസിനെ ബാക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് മെറ്റലിലുള്ള ഇലക്ട്രോൺസിനെ തിരിച്ച് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി സിഒനുണ്ട്. ദാറ്റ് ഈസ് സിഒ ആക്ട് ആസ് എ സ്ട്രോങ് പൈ ആക്സെപ്റ്റർ ലിഗാൻഡ്. അതുകൊണ്ടാണ് കാർബണൈൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകം ഒരു ബ്രാഞ്ച് തന്നെ ഉണ്ട്. ഫോർത്ത് സെമസ്റ്റർ ആയാലും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കാർബണൈൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ, ഒരു യൂണിറ്റ് തന്നെ ഉണ്ട്. അത്രയും കാർബണൈൽ കോമ്പൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് സ്റ്റെബിലിറ്റി. ഓക്കെ, ഈ ഒരു ബാക്ക് ബോണ്ടിങ് ഉള്ളത് കൊണ്ടാണ് കാർബണൈൽ കോമ്പൗണ്ട്സ് സ്ട്രോങ് ബോണ്ടായിട്ട് അവിടെ നിൽക്കുന്നത്. ദാറ്റ് ഇസ് CO വിച്ച് ക്യാൻ ആക്ട് ആസ് എ പൈ ആക്സെപ്റ്റർ ലിഗാൻഡ്. And also pi donor ligand, all ligands are sigma donor. All ligands are sigma donors. Ligands with filled p or d orbitals may also serve as pi donor ligands. Okay, already told. Examples of pi donor ligands are I minus, Cl minus, Is2 minus, etc. And the filled p or d orbitals on these ions interact with the T2G set of orbitals on the metal to form bonding and anti-bonding molecular orbitals. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൈ ഡോണർ ലിഗാൻഡും ഇതേപോലെ ബോണ്ടിങ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് പൈ ഡോണർ ലിഗാൻഡിന്റെ കേസിൽ. ഇത് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുണ്ടെന്ന് മാത്രം. ഇതാണ് പൈ ഡോണർ ലിഗാൻഡിന്റെ കേസിൽ. പൈ ഡോണർ ലിഗാൻഡ് എന്ന് പറയുമ്പം എപ്പോഴും ഫിൽഡ് പി ഓർബിറ്റൽസ് ആയിരിക്കും. ഫിൽഡ് പി ഓർബിറ്റൽസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ എനർജി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും T2G ഓർബിറ്റൽസ് ഇതിനേക്കാളും താഴെ വരക്കണം. അതിനേക്കാളും എനർജി കുറവായിരിക്കും ഫിൽഡ് പി ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഈ ഒരു ഡെൽറ്റ ഒ എന്ന് പറയുന്നത് അതിൻ്റെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് കുറഞ്ഞു അല്ലേ, കമ്പാരിറ്റീവ്ലി കുറഞ്ഞു. ദ ബോണ്ടിങ് ഓർബിറ്റൽസ് വിച്ച് ആർ ലോവർ ഇൻ എനർജി ആർ പ്രൈമർലി ഫിൽഡ് വിത്ത് ഇലക്ട്രോൺസ് ഫ്രം ദ ലിഗാൻഡ്സ് ആൻഡ് anti-bonding molecular orbitals are primarily occupied by electrons from the metals. We already told that these orbitals are mainly from ligand character and these anti-bonding orbitals are mainly metal character. Okay, and also the size of delta O decreases. Okay, the size of delta O decreases since it is now between the anti-bonding T2G orbital and Eg star orbital. The anti-bonding T2G orbital and Eg star orbital. This is confirmed by the spectrochemical series. Weak field ligands are also pi donor ligand. This is a very important point in this case. That is, weak field ligands are pi donor ligands. അതുകൊണ്ടാണ് pi donor ligands ഒക്കെ weak field spectrochemical seriesൽ weak field endലേക്ക് വന്നത്. Cl minus, F minus, iodine minus ഒക്കെ പോലത്തെ പൈ ഡോണർ ലിഗാൻഡ്സ് വരുന്ന സമയത്ത് ഇവിടെ സ്പ്ലിറ്റിംഗ് കുറഞ്ഞു. സോ ദിസ് ഇസ് വീക്ക് ഫീൽഡ്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി കഴിഞ്ഞിരുന്നില്ല. അതൊരു CFTയുടെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. സോ MOT വരുന്ന സമയത്ത് ആ ലിമിറ്റേഷൻ എന്ത് ചെയ്തു, ഓവർകം ചെയ്തു. ഓക്കെ, ദിസ് ഇസ് പൈ ആക്സെപ്റ്റർ ലിഗാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ here the metal uses T2G set of orbitals. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി ഈ ഓർബിറ്റൽ ഡയഗ്രാം എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, ഈ ഒരു സ്പ്ലിറ്റിംഗ് ദാറ്റ് ഈസ് T2G EG തമ്മിലുള്ള സ്പ്ലിറ്റിംഗ് ഡെൽറ്റ O ഇവിടെ കൂടി, നേരത്തെ ഉള്ളതിനേക്കാളും ഡെൽറ്റ O കൂടി. അതുകൊണ്ടാണ് CO CN ഒക്കെ പോലത്തെ പൈ ആക്സെപ്റ്റർ ലിഗാൻഡ്സ് which lie in the strong end of the spectrochemical series. Strong field കേസിലെ ആ ഒരു എൻഡിലേക്കാണ് CN minus CO minus ഒക്കെ വന്നതിൻ്റെ കാരണം. This is the reason.
Okay. The interaction causes the energy of T2G bonding orbitals to drop slightly, thus increasing the size of delta O. Okay. This is a complete picture. This is a sigma bonds only case. Sigma bonds matralla CONH3 6 times 2 plus in the case T2G EG. This pi acceptor ligands like COCN ligands in the case. This crystal field splitting ഇത്രയും വ്യത്യാസം വന്നു ഇത്രയും കൂടി ഓക്കെ it is a strong field ligand അതേപോലെ തന്നെ ഈ ഒരു എൻഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ പൈ ഡോണർ ലിഗാൻഡ്സ് ആണ് പൈ ഡോണർ ലിഗാൻഡ്സ് ലൈക്ക് ഹാലൈഡ്സ് ഇവിടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കുറഞ്ഞു that is which lie under weak field end of the spectrochemical series. Okay, and just a summary parayanengil all ligands are sigma donor. In general, ligands that engage solely in the sigma bonding are in the middle of the spectrochemical series. Some very strong sigma donors such as CH3- and H- are found high in the series. And the reason parayam, ligands with filled p or d orbitals can also serve as pi donors. This results in a smaller value of delta O. Okay, that's all about MOT. And there is to consider the metal ligand interaction. Here there are 4 types of interactions are there. That is, first one is d pi p pi interaction, d pi p pi interaction, d pi d pi interaction, d pi pi star interaction, and d pi sigma star interaction. First നമ്മൾ പറയുന്നത് മെറ്റലിന്റെ കേസാണ് മെറ്റൽ ഓർബിറ്റൽസും സെക്കൻഡ് പറയുന്നതൊക്കെ ലിഗാൻഡ് ഓർബിറ്റൽസും എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഡി പൈ പി പൈ ഇൻട്രാക്ഷൻ പറയുമ്പോൾ മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസും ലിഗാൻഡിൻ്റെ പി ഓർബിറ്റൽസും ഫിൽഡ് പി ഓർബിറ്റൽസ് ആണ് ഇവിടെ വരുന്നത് ഡി പൈ പി പൈ ഫിൽഡ് പി ഓർബിറ്റൽസ് ഓഫ് ligands. That interaction is d pi p pi interaction. Okay, അതിലാണ് ഹാലൈഡ്സ് O2- ഒക്കെ വരുന്നത്. That is filled p orbitals of ligands which donate electrons to the vacant d orbitals of metal. That is d pi p pi interaction. And second one is d pi d pi interaction. Here the filled d orbitals of metals donate electrons to the vacant d orbital of the ligand. Filled d orbitals of metal donate electrons to the vacant d orbitals of the ligand. In the case of R3p, R2s, R3s, like that. ഇതിലൊക്കെ വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഉണ്ട് ആ വേക്കൻറ്റ് ഡി ഓർബിറ്റൽസിലേക്ക് ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് കേസ് ഇസ് ഡി പൈ പൈ സ്റ്റാർ ഡി പൈ പൈ സ്റ്റാർ പൈ സ്റ്റാർ മീൻസ് വേക്കൻറ്റ് ആൻറ്റി ബോണ്ടിങ് പൈ ഓർബിറ്റൽസ് ഓഫ് ലിഗാൻഡ് ഹിയർ സോറി ഈ ഒരു കേസിൽ പി പൈന്ന് ഇലക്ട്രോൺസ് അങ്ങോട്ടേക്കാണ് ഡൊണേറ്റ് ചെയ്യുന്നത് ഇവിടെ ബാക്കി 3 കേസിലും ഡി പൈന്ന് തിരിച്ച് ഓക്കെ ഈ ഒരു വേക്കൻറ്റ് പൈ സ്റ്റാർ ഓർബിറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നു ലൈക്ക് ഇൻ ദ കേസ് ഓഫ് COCN- ഒക്കെ പോലത്തെ ദെൻ ഡി പൈ ടു സിഗ്മ സ്റ്റാർ d pi to sigma star. In this filled d orbitals of metal, the electrons are donated from filled d orbitals of metals to the vacant sigma star orbitals of the ligand. Vacant sigma star orbitals of the ligand, like in the case of alkane, hydrogen, like that. Okay, അതുകൊണ്ട് തന്നെ സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ ഫസ്റ്റ് വരുന്നതൊക്കെ വീക്ക് ലിഗാൻഡ് ലൈക്ക് വീക്ക് ലിഗാൻഡ് എന്ന് പറയുമ്പം സ്ട്രോങ് പൈ ഡോണർ ലിഗാൻഡ് ആണ് സ്ട്രോങ് പൈ ഡോണർ ലിഗാൻഡ് ആണ് ഫസ്റ്റ് വരുന്നത് സ്ട്രോങ് പൈ ഡോണർ ലിഗാൻഡ് കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് വീക്ക് പൈ ഡോണർ ലിഗാൻഡ് വീണ്ടും അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ NH3 വാട്ടർ ഒക്കെ എന്ന സമയത്ത് നൈദർ പൈ ഡോണർ നോർ പൈ ആക്സെപ്റ്റർ രണ്ടും നടക്കുന്നില്ല പൈ ഡൊണേറ്റ് ചെയ്യുന്നില്ല പൈ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ആ ഒരു കേസാണ് അതിൻ്റെയും മിഡിൽ പിന്നെയും അങ്ങോട്ടേക്ക് പോകുമ്പോൾ വീക്ക് പൈ ആക്സെപ്റ്റർ
വീക്ക് പൈ ആക്സെപ്റ്ററിലേക്ക് വരും. ലാസ്റ്റ് സ്ട്രോങ് പൈ ആക്സെപ്റ്റർ. ഓക്കെ, എന്ന് വെച്ചാൽ ഈ സ്പെക്ട്രോകെമിക്കൽ സീരീസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രോങ് പൈ ഡോണർ ലിഗാൻഡ്, ദെൻ വീക്ക് പൈ ഡോണർ ലിഗാൻഡ്, ദെൻ neither pi donor no pi acceptor, then weak pi acceptor, then last strong pi acceptor. ആ ഒരു ഓർഡറിലാണ് സ്പെക്ട്രോകെമിക്കൽ സീരീസിലുള്ളത്. പിന്നെ ഇവിടെ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു CH3 മൈനസ്, അതേപോലെ തന്നെ ഇവിടെ ഹൈഡ്രജൻ H- C6H5 മൈനസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ സിഗ്മ ഡൊണേറ്റിങ്ങും അല്ല, സോറി പൈ ഡൊണേറ്റിങ്ങും അല്ല, പൈ ആക്സെപ്റ്ററും അല്ല. പക്ഷെ അത് വന്നിരിക്കുന്നത് സ്ട്രോങ് പൈ ആക്സെപ്റ്റിംഗ് ലിഗാൻഡിൻ്റെ അടുത്താണ്. അതെന്തുകൊണ്ടാണ് സ്ട്രോങ് ആയിട്ട് വന്നത് എന്ന് പറഞ്ഞാൽ അത് മെയിൻ സ്ട്രോങ് സിഗ്മ ഡോണർ ലിഗാൻഡാണ് CH3 മൈനസും C6H5 മൈനസും ഒക്കെ. സ്ട്രോങ് സിഗ്മ ഡോണറാണ്. അതുകൊണ്ട് തന്നെ അത് അത്രയും സ്ട്രോങ് ഫീൽഡ് എൻഡിലേക്ക് വരാനുള്ള കാരണം അതാണ്. അതവിടെ ഒരു എക്സെപ്ഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത്രയാണ് ഒക്ടഹെഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിൽ MOTയെ പറ്റി പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.